പറഞ്ഞ സംരക്ഷണത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പായിൽ ജോലി ചെയ്യുന്ന ഒരു തെറാപ്പിസ്റ്റിനെ കുറിച്ച് തൊഴിലിടങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരുത് അവരെക്കുറിച്ച് അവരുടെ ബിഹേവിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പീഡനങ്ങൾ നേരിടുന്നുണ്ടോ അവരോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ നിയമ സംവിധാനത്തിൽ? അതായത് പോഷ് കമ്മിറ്റി എന്നുള്ളത് ഒരു സ്ഥാപനത്തിന്റെ അകത്ത് മാത്രം പ്രവർത്തിക്കുന്ന കമ്മിറ്റി അല്ല. 10 പേരിൽ താഴെയാണ്, ഞാൻ മനസ്സിലാക്കുന്ന ഇവിടേക്ക് അതിൽ കുറവായിരിക്കും. ഈ 10 പേരിൽ താഴെ ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുകയും ആ സ്ത്രീക്ക് മേൽ ലൈംഗിക അതിക്രമമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അതിക്രമമോ നേരിട്ട് കഴിഞ്ഞാൽ താലൂക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ കംപ്ലൈൻസ് കമ്മിറ്റി പരാതി കൊടുക്കാനും പറ്റും. ഈ സംവിധാനം ഇനി പോട്ടെ, ഇതിന് പാരലായി 354 തൊട്ട് 354D വരെയുള്ള ഒഫൻസുകൾ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ചേട്ടാ. 74 തൊട്ട് 78 വരെയുള്ള BNS ഒഫൻസുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള, ഈ അവയർനെസ് ഉണ്ടാവുക, ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. രമേശ്, ഈ പരാതിയൊക്കെ മാത്രം പോയിട്ട് കാര്യമൊന്നുമില്ല. തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ സുഖങ്ങളും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ, അവർക്ക് അവിടെ ക്ഷേമമാണോ സുഖമാണോ എന്ന് അന്വേഷിക്കാൻ എന്തൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതിനൊരു സംവിധാനം ഉണ്ട് സാറേ. പ്രൊഫഷണൽ സ്പായിൽ കൺസേൺ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. കൺസേൺ മേടിക്കുന്ന സാധനം, അത് നമ്മൾ സൈൻ ചെയ്ത് അത് ബ്രീഫിംഗ് ചെയ്തിട്ടാണ് ആദ്യം ആൾക്കാരെ എടുക്കുന്നത്. നിങ്ങൾക്ക് റൂമിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം, ക്ലയന്റ് എന്തെങ്കിലും ചോദിക്കുവോ, എന്തെങ്കിലും വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും പെരുമാറുവാണെങ്കിൽ അപ്പം തന്നെ ഗെറ്റ് ഔട്ട്. ഇതാണ് ബ്രീഫിംഗ്. ഇത് HR ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻഡക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെയാണ് പ്രൊസീജിയർ. SOP എഴുതി കൈ തരും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എഴുതി കൈ തരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിന് പകരം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ റൂമിൽ നിന്ന് പുറത്തു വരും. മനസ്സിലായി. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഈ സ്പാകൾ നടത്തുന്നതിലൊക്കെ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധ ശക്തിയിൽ ഓണർഷിപ്പുമായിട്ട് വരുന്നുണ്ട്. അതായത് ഈ അധോലോക നായകന്മാരൊക്കെ നടത്തുന്ന സ്പാകളുണ്ടോ കേരളത്തിൽ? അത് അധോലോക നായകന്മാർ നടത്തുന്നതല്ല, അല്ലെങ്കിൽ എല്ലാ എറണാകുളത്തുള്ള മിക്ക സ്പാകളിലും ഗുണ്ടാ പിരിവ് എന്ന് പറഞ്ഞ പിരിവുണ്ടോ? നിങ്ങളുടെ സ്പാകളിലൊക്കെ അവര് വിചാരവും എന്താണ്, ഈ സ്പാൻ നടക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ വന്നിട്ട് 25,000 വേണം, ഇല്ലെങ്കിൽ അങ്ങനെ ഗുണ്ടകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ? എന്തിനു കൊടുക്കുന്നു? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.